അള്ളാഹുവിന്റെ തിരുദൂതൻ ഒരായത്തോതുന്ന മദീന പള്ളിയിൽ എന്നും സഹാബാക്കൾ കരയും, സഹാബ പെൺമക്കൾ പൊട്ടിക്കരയും. ആ ആയത്തിന്റെ പേരിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് അവര് സംസാരിക്കും. ഏതായിരുന്നു ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇന്നുവരെ ഒരു ജാറത്തിങ്കൽ പോകാത്തവരെ, ഇന്നുവരെ ഒരു മക്കബറ മൂടാത്തവരെ, ഇന്നുവരെ ഒരു പരപുരുഷനെ നോക്കാത്തവരെ, ഒരു അന്യ പുരുഷന്റെ മുൻപിൽ ശരീരം പ്രദർശിപ്പിക്കാത്തവരെ, അള്ളാന്റെ കലാം ഓതി തീർക്കുന്നവരെ, പടച്ചറപ്പിന്റെ കാബാലയം കണ്ടവരെ, ഉംറയായിട്ടും ഹജ്ജായിട്ടും നാഥന്റെ വിളിക്കുത്തരം ചെയ്തവരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ മാത്രം നന്നായാൽ പോരാ. ഞാൻ ഖുർആൻ ഓതും, മക്കളെ കിട്ടാറില്ല. ഞാൻ നോമ്പ് നോൽക്കും, മക്കളെ കിട്ടാറില്ല. ഞാൻ സലഫി പർദ്ദയും മസ്തയും ധരിക്കും, മക്കൾ അര മുതൽ തീർന്ന ചുരിദാറുകൾ. ആരെയോ ഭയപ്പെട്ടതുപോലെ നാലാണുങ്ങളെ കാണുമ്പോഴേക്കും പാറിപ്പറക്കുന്ന തന്റെ ചുരിദാറുകൾ പിടിച്ചു താത്താൻ മക്കളെ കണ്ടിട്ട് ഭയപ്പെടുത്തുന്ന ഉമ്മമാരല്ല. മക്കളെ, വീട്ടിന്റെ പടിയിറങ്ങുമ്പം നിങ്ങൾക്ക് ജീവിതം തരാൻ പകലന്തിയോളം കഷ്ടപ്പെടുന്ന വാപ്പാനെ അള്ളാന്റെ മുൻപിൽ നിങ്ങൾ കുറ്റവാളികളാക്കരുത്. നിങ്ങൾക്ക് വേണ്ടി വയറുകാഞ്ഞ് 9 മാസം ഗർഭം ധരിച്ച് 2 കൊല്ലം വലയൂട്ടി വേദനമേൽ വേദന, വഹനിൻ, ക്ഷീണത്തിന്മേൽ ക്ഷീണം സഹിച്ച് നിങ്ങളെ ആളിന്റെ കോലത്തിലാക്കിയ ഈ ഉമ്മാനെ അള്ളാന്റെ മുൻപിൽ മക്കളെ നിങ്ങൾ കുറ്റവാളികളാക്കരുത്. അതുകൊണ്ട് വസ്ത്രത്തിൽ ശ്രദ്ധിക്കണം. എന്റെ മക്കൾ നമസ്കരിക്കണം, എന്റെ മക്കൾ എന്നോടൊപ്പം ഉണ്ടാകണം. നാളെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് ഉമ്മ നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ നരകത്തിന്റെ തീജ്വാലകളിലേക്ക് എന്റെ മക്കൾ പറന്നു നീങ്ങുന്നത് കാണാൻ കെൽപ്പില്ലാത്ത ഉമ്മയാണ് മക്കളെ എന്ന് ചിന്തിച്ച് മക്കൾക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ കൃത്യമായ ബോധം മക്കളിലേക്ക് എത്തിക്കാൻ ഓരോ മാതാക്കൾക്കും സാധിക്കേണ്ടതുണ്ട്. അവിടെ ദുനിയാവിന്റെ സങ്കടം നമ്മളെ ബാധിക്കാൻ പാടില്ല.